നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നമ്മൾ പതുക്കെ അറിവുള്ളവരായിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സർജറി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഗൈനക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരിക്കുകയോ ഒരു വളരെ എമർജൻസി ആയിട്ട് ബ്ലഡ് ആവശ്യമുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുള്ള ഏത് ഒരു സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡാണ് നമ്മൾ COPയിൽ കെയർ ഓഫ് പേഷ്യൻസിൽ 8ാമത്തെ സ്റ്റാൻഡേർഡായിട്ട് പഠിക്കുന്നത്. ഈ 8ാമത്തെ സ്റ്റാൻഡേർഡിൽ 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെയാണ് ഈ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 3ഉം 5ാമത്തതും കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയിരിക്കെ 4ാമത്തത് കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും 7ാമത്തത് അച്ചീവ്മെൻ്റ് ആണ്, 6ാമത്തത് അച്ചീവ്മെൻ്റ് ആണ്. 1, 2, 3, 5 കമ്മിറ്റ്മെൻറ്റ് വളരെ സാധ്യ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്റ്റാൻഡേർഡാണ്. COP 8 ഇങ്ങനെയാണ് പറയുന്നത്: ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് ആർ പ്രൊവൈഡഡ് ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ സേഫ്ലി എന്നാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് വളരെ സുരക്ഷിതമായി ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് നടത്തണം. നമ്മുടെ ആശുപത്രിയിലെ സർവീസുകൾ ഏതൊക്കെയാണോ അതിൻ്റെ പരിധിയിൽപ്പെടുന്ന ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് നമ്മൾ നടത്തിയിരിക്കണം. ഇതിൽ നമ്മൾ കാണുന്ന ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ ഇത്തരത്തിൽ നടത്തുന്ന ട്രാൻസ്ഫ്യൂഷൻ സർവീസസിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നും അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവണമെന്നും അത്തരത്തിൽ നടത്തുന്ന ബ്ലഡ് കളക്ഷൻ മുതൽ ട്രാൻസ്ഫ്യൂഷൻ വരെയുള്ള ഏരിയ വളരെ സേഫായിട്ട് ചെയ്യുന്നതിനുള്ള പ്രാക്ടീസ് ഡോക്യുമെൻ്റ് ചെയ്ത് പോകണമെന്നും ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള ബ്ലഡ് കമ്പോണൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും പേഷ്യൻറ്റിനും ഡോണർക്കും പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഉള്ള സേഫ് പ്രാക്ടീസസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ആഫ്റ്റർ ഡൊണേഷൻ പ്രോബ്ലംസ് ഉണ്ടായാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സ്റ്റാഫ് പ്രിപ്പയർ ആയിരിക്കണമെന്നതും നമ്മൾ ഇത്തരത്തിൽ ട്രാൻസ്ഫ്യൂഷൻ നടത്തിയ പേഷ്യൻസിൻ്റെ സാമ്പിളും ബ്ലഡ് സാമ്പിളും ഡോണറുടെ ബ്ലഡ് സാമ്പിളും നമ്മൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണമെന്നും ഫ്യൂച്ചറിലൊരു പ്രോബ്ലം വന്നാൽ അത് നമ്മളെ സഹായിക്കും. ഒരു കൃത്യമായ സേഫ്റ്റി പ്രോഗ്രാം ഉണ്ടായിരിക്കണം എന്നുമാണ് നമ്മൾ ഈ 8ാമത്തെ സ്റ്റാൻഡേർഡിലെ 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടത് ഈ ഒരു സർവീസസിൻ്റെ സ്കോപ്പ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടന്നു.